ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ റെഡ്മിയുടെ പുതിയൊരു ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുണ്ട്, റെഡ്മി പാഡ് SE. ഈ ഒരു ടാബ്ലറ്റ് വരുന്നത് ഒരു 30,000 പ്രൈസ് റേഞ്ചിലാണ്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു ടാബ്ലറ്റ് ആണ്. ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി മിക്ക ടാബ്ലറ്റ്സും വാല്യൂ ഫോർ മണി അല്ല, അതായത് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കൂടുതലും പെർഫോമൻസിനും ഓഫീസ് യൂസ് അങ്ങനെയുള്ള പർപ്പസിനൊക്കെയാണ് കൂടുതൽ ടാബ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമ വാച്ച് ചെയ്യാനോ. റെഡ്മി പാഡും റെഡ്മി പാഡ് SEയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമല്ല, ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതായത് റെഡ്മി പാഡിൽ MediaTek Helio G99 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരുന്നത്. എന്നാൽ റെഡ്മി പാഡ് SEയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മി പാഡിൽ 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, റെഡ്മി പാഡ് SEയിലേക്ക് വരുമ്പോൾ അത് 11 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ് ഞാനൊന്ന് പറയാം. 11 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 90 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്, 180 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബ്ലറ്റിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം മിക്ക ടാബ്ലറ്റ്സിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ കളർ വേരിയൻസ് വരുന്നത് മിന്റ് ഗ്രീൻ, ഗ്രാഫൈറ്റ് ഗ്രേ, അതുപോലെ ലാവൻഡർ പർപ്പിൾ, അങ്ങനെ 3 വേരിയൻസിലാണ് വരുന്നത്. ഇനി പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള MIUI പാഡ് 14 സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മി പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ MediaTek Helio G99 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരുന്നത്. എന്നാൽ റെഡ്മി പാഡ് SEയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല എന്ന് പറയാം ഈ ഒരു പ്രോസസ്സർ. കാര്യം അത്ര നല്ല ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നമ്മളിപ്പോ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോൺസ് ഉണ്ട്. അപ്പോ ഇതിനേക്കാൾ നല്ല ബെറ്റർ പെർഫോമൻസ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സിം ഇടാൻ പറ്റില്ല. ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് വൈഫൈ ആണ്. ഇതൊരു വൈഫൈ ടാബ്ലറ്റ് ആണ്, സിം ഇടാൻ പറ്റില്ല. നോർമൽ യൂസിന് ഈ ഒരു പ്രോസസ്സർ ഓക്കെ ആണ്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും കൊടുത്തിട്ടുണ്ട്, 5 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. നോർമലി ടാബിന്റെ കാര്യത്തിൽ ക്യാമറ അത്ര ഇമ്പോർട്ടന്റ് അല്ല, കൂടുതലും ക്യാമറയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാറില്ല. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് വരുന്നത്. അതായത് ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിലേക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുക്കുന്നതാണ്. എന്നാൽ അത് ടാബ്ലറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറവാണ്. പിന്നെ ഈ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റും കൂടിയാണ്. ഇനി പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4GB 128GB പ്രൈസ് വരുന്നത് 12,999 ആണ്. അതുപോലെ 6GB 128GB പ്രൈസ് വരുന്നത് 13,999 ആണ്. അതുപോലെ 8GB 128GB പ്രൈസ് വരുന്നത് 14,909 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ്ലറ്റ് കുഴപ്പമില്ലെന്ന് പറയാം. കാര്യം ഇതിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ റെഡ്മി പാഡുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമുക്ക് ടാബ്ലറ്റ്സിന്റെ കാര്യത്തിൽ ഓപ്ഷൻസും കുറവാണ്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു 15K താഴെ ഒരു ടാബ്ലറ്റ് നോക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. അതായത് റെഡ്മി പാഡ് SE എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല, താല്പര്യമുള്ളവർക്ക് എടുക്കാം. നോർമൽ യൂസിങ്ങിന് ഈ ഒരു പ്രോസസ്സർ ഓക്കെയാണ്. അതായത് റെഡ്മി നോട്ട് 11 ഈ ഒരു പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്, സ്നാപ്ഡ്രാഗൺ 680. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.